ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് പൂരിയും ഒരു ഗ്രീൻ പീസ് മസാലക്കറിയും ഉണ്ടാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഏലക്കായയും പട്ടയും ഗ്രാമ്പും ഇടുക. അല്പം കടുകും ഇടുക. ഒരു വല്യുള്ളി കട്ട് ചെയ്ത് വെച്ചതാണത്. അത് ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 4 പച്ചമുളകും അതും ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും 2 തക്കാളിയും മുറിച്ച് വെച്ചതാണത്. അതും കൂടെ ചേർത്ത് മസാലകളും ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി ചേർക്കുക. വെജിറ്റബിൾസ് എല്ലാം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പിടുക. 1/2 സ്പൂൺ പെരിഞ്ജീരകം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. വേവിച്ച ഗ്രീൻ പീസാണ് ചേർത്തത്. കറി റെഡി. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പൂരി ഉണ്ടാക്കാം. 2.5 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് റവയും. ഒരു ബീറ്റ്റൂട്ട് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചതാണത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ഇനി നമുക്ക് ആ ചൂടാകുന്ന സമയം കൊണ്ട് ഓരോ പൂരി കണ്ട് പരത്തിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ പൂരി കണ്ടിട്ട് പൊരിച്ചെടുക്കാം. റവ ചേർക്കുമ്പോൾ പൂരി നല്ലപോലെ പൊങ്ങി വരും. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. വളരെ ടേസ്റ്റിയായ ബീറ്റ്റൂട്ട് പൂരിയും മസാലക്കറിയും തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.